ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് നിരയായിരിക്കാൻ കർത്താവ് ഇടയാക്കി സന്തോഷിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ബീന കർത്താവ് 27-ാം തീയതി അയർലൻഡിലേക്ക് 3 മാസത്തേക്ക് പോകാനുള്ളതായിരിക്കുന്ന ഒരു കാര്യം ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിഷയം ദൈവത്തെ പ്രാർത്ഥനയിൽ ഓർക്കണം. ബീനയുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് വേണ്ടി. അതുപോലെ അടുത്ത ബുധനാഴ്ച കർത്താവ് വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൽ വെച്ചൊരു മീറ്റിംഗ് നടത്തണമെന്ന് താല്പര്യപ്പെടുന്നു. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട വീട്ടിലോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞായറാഴ്ച ഞാൻ ഇവിടെ കാണത്തില്ല, അതുകൊണ്ടാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. അത് സഹോദരന്മാർ ഓർമ്മയിൽ വെച്ച് ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു. കർത്താവിനെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ ചിന്തയ്ക്കായിട്ട് 50-ാം സങ്കീർത്തനത്തിൻ്റെ 23-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 50-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യം. ാം വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ് ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നതിന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണും. ആസാഫിൻ്റെ സങ്കീർത്തനമാണ്. ധാരാളം കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ചും ആസാഫ് ഈ സങ്കീർത്തനത്തിൽ വിവരിക്കുന്നു. വായിച്ച ആ വാക്യത്തിൻ്റെ തൊട്ട് മുൻപിലുള്ളതായിരിക്കുന്ന വാക്യം 22-ാം വാക്യത്തിൽ നമ്മിങ്ങനെ വായിക്കും: ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുകയും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. ദൈവം തൻ്റെ ജനത്തിൻ്റെ പ്രവൃത്തികളോടുള്ള ബന്ധത്തിൽ വളരെ ശക്തമായി തന്നെ ഇടപെടുന്നവനാണ് എന്നുള്ള വലിയൊരു മുന്നറിയിപ്പാണ് ആസാഫിൻ്റെ സങ്കീർത്തനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആസാഫ് പറയുന്ന വാക്കുകൾ കൊണ്ട് ദൈവം നേരിട്ട് പറയുന്ന വാക്കുകൾ അതിലുണ്ട്. 23-ാം വാക്യം ആസാഫ് പറയുന്ന വാക്യമല്ല. ആസാഫാണ് എഴുതിയെങ്കിലും ദൈവം താൻ തന്നെ പറയുന്ന വാക്യങ്ങളായിട്ടാണ് അതിനെ നാം കാണുന്നത്. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന ദൈവം പറയുന്ന വാക്കാണ്. അതിന് താഴത്തെ വാക്കും അത് തന്നെയാണ്. തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് പക്ഷേ ആ ഞാനെന്നും ഉപയോഗം കൊണ്ട് പക്ഷേ ചിന്തിച്ചേക്കാം ആസാഫ് പറയുന്നതായിട്ട്. പക്ഷേ അത് ദൈവം തന്നെ പറയുന്ന വാക്കുകളാണ്. എങ്ങനെ ഇരുന്നാലും ആ വാക്ക് നമ്മെ ഓർപ്പിക്കുന്ന ഒരു വലിയ സത്യം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രമമുള്ള ഒരു ജീവിതമാണ്. അല്ലെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന ജീവിതം ക്രമമുള്ളതായിരിക്കുന്ന ഒരു ജീവിതമാണ്. ഇത് പഴയ നിയമത്തിൽ ആസാഫിൻ്റെ സങ്കീർത്തനം നാം വായിക്കുന്നെങ്കിലും പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോഴും ഇതിന് തത്തുല്യമായിരിക്കുന്ന ഒരുപാട് വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എല്ലാ വാക്യത്തിലേക്ക് പോകുവാനുള്ളതായിരിക്കുന്ന സാഹചര്യമില്ല. നമുക്ക് അറിയാം, തീത്തോസിൻ്റെ ലേഖനം നാം വായിക്കുമ്പോൾ തീത്തോസിനെ ക്രേത്തയിൽ പൗലോസ് ആക്കിയതിൻ്റെ ഉദ്ദേശം നാം വായിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് ആ വാക്യം വായിക്കാം. തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ വായിക്കാം. തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം. ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനായിട്ടാണ്. പൗലോസ് കുറേ കാര്യങ്ങളൊക്കെ അവിടെ ക്രമീകരിച്ചു. ഉപദേശപരമായ കാര്യങ്ങളുണ്ടാകാം, പ്രായോഗികമായിരിക്കുന്ന കാര്യങ്ങളുണ്ടാകാം, സഭയുടെ നടത്തിപ്പിനോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ പൗലോസ് അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എന്നാൽ പൗലോസ് അവിടെ നിന്ന് യാത്ര ചെയ്യുമ്പോൾ തീത്തോസിനെ ആ സഭയിൽ അപ്പോയിന്റ് ചെയ്യുകയാണ്, ആ സഭയിൽ ആക്കി വെക്കുകയാണ്. എന്നിട്ട് തീത്തോസിനോട് പറയുകയാണ്, ഞാൻ ക്രേത്തയിൽ നിന്നെ ആക്കി വെച്ചതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്
ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടെ എന്താകപ്പെടാനുണ്ട്, ക്രമീകരിക്കപ്പെടാനായിട്ടുണ്ട്. പൗലോസിൻ്റെ സമയത്ത് മുഴുവൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇനിയും അവിടെ ക്രമപ്പെടാനായിട്ടുണ്ട്. അപ്പോൾ അവർ രക്ഷിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവജനമായി ദൈവത്തെ ആരാധിച്ച് മുൻപോട്ട് പോകുന്നവരാണെങ്കിലും അവരുടെ അനുദിന ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. അത് അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് ദൈവാത്മാവ് ഈ വാക്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി എഴുതി തന്നിരിക്കുന്നത്. അപ്പോൾ ആ ദൈവസഭയോടുള്ള ബന്ധത്തിൽ കുറേ കാര്യങ്ങൾ ഇനിയും ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ നാം സാധാരണ അറിഞ്ഞോ അറിയാതൊക്കെ പറയുന്ന ഒരു വാക്യമുണ്ട്. 14-ാം അധ്യായത്തിൽ 14-ാം അധ്യായം നമ്മൾ പറയും സകലവും നന്മയ്ക്കായെന്നുള്ള, അത് വേറെ വാക്യമാണ്. സകലവും എങ്ങനെ നടക്കട്ടെ എന്നാ? സാധാരണ നമ്മൾ അധികം പറയാറുള്ള എങ്ങനെയാ? ചന്തോചിതം. അങ്ങനെ ഒരു വാക്യമല്ല വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അത് നമ്മുടെ വാക്യം. കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ 14:40 അവിടെ പറഞ്ഞു സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ. അപ്പോൾ അതെ 39-ാം വാക്യം. അപ്പോൾ അവിടെ കൊരിന്ത്യ സഭയോടുള്ള ബന്ധത്തിലും പൗലോസ് പറയുന്നത് എന്താണ്? കാര്യങ്ങളൊക്കെ എന്തായിരിക്കണം? ക്രമമായിട്ട് നടക്കണം. പഴയ നിയമത്തിൽ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. നീ ചെയ്യേണ്ട ഒരു കാര്യം. എനിക്ക് 15 വർഷം കൂടെ കൂട്ടിക്കിട്ടി. ആരോടാ പറഞ്ഞേ? ഹിസ്കിയാവിനോട്. എന്താ പറഞ്ഞേ? എന്ത് ക്രമപ്പെടുത്താനാ പറഞ്ഞേ? നിന്റെ ഗ്രഹകാര്യം എന്ത് ചെയ്യണം? നീ ക്രമപ്പെടുത്തണം. ഇല്ലേ? എവിടെയാ വായിക്കുന്നത്? 1 രാജാക്കന്മാർ 20-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളാണ്. അപ്പോൾ ഹിസ്കിയാവിനോട് പറയാണ് നീ ക്രമപ്പെടുത്തേണ്ടത് എവിടെയാണ്? നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തണം. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രമമുള്ള ജീവിതമാണ്, ആയിരിക്കണമെന്നാണ് തിരുവെഴുത്ത് നമ്മെ ഓർമ്മിക്കുന്നത്. സഭയോടുള്ള ബന്ധത്തിൽ അതിന് ക്രമമുണ്ട്, കുടുംബത്തോടുള്ള ബന്ധത്തിൽ അതിന് ക്രമമുണ്ട്, വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അതിന് ക്രമമുണ്ടായിരിക്കും. ക്രമമില്ലാത്ത ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അത് അസ്വസ്ഥതയുള്ളതായിരിക്കുന്ന ഒരു ജീവിതമാണ്. ഇപ്പൊ നമ്മളൊരു വീട്ടിലോട്ട് കയറി ചെല്ലുവാണ്. ആ വീട്ടില് എല്ലാം കൂടെ വാരി വലിച്ചിട്ട് കുറെ തുണികൾ അവിടെയും കുറെ തുണികൾ ഇവിടെയും കുറെ പാത്രങ്ങൾ അവിടെയും ഇങ്ങനെയൊക്കെ കിടക്കുമ്പോൾ അല്ലേ, ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ സംഭവിക്കാറുള്ള കാര്യം തന്നെയാണ്. പുതുമയൊന്നുമല്ല, നമ്മൾ ആരും പെർഫെക്റ്റ് ഒന്നുമല്ല. ആരെങ്കിലും വരുന്നെന്ന് അറിയുമ്പോഴാണ് എല്ലാം കൂടെ കൂട്ടി എല്ലാം കൂടെ വൃത്തിയാക്കിയൊക്കെ വലിയ ക്രമത്തിലൊക്കെ ഇരിക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ സംഭവിക്കുന്ന കാര്യം. പക്ഷേ അങ്ങനെ നമ്മൾ കാണാത്ത ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ എല്ലാം ഇങ്ങനെ വാരി വലിച്ച് അവിടെ എവിടെയൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഡിസിപ്ലിനും അല്ലേ, മലയാളത്തിൽ എന്ത് പറയുന്നത് എനിക്ക് അറിയത്തില്ല വാക്കിന്, ഒരു സിസ്റ്റവും ഇല്ല, ഒരു ക്രമവും ഇല്ല, അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു വീട്. ആ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു ശൈലി കണ്ടു കഴിയുമ്പം നമുക്ക് തന്നെ എന്താ തോന്നേ? ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുകയാണ്. നേരെ മറിച്ച് നമ്മളൊരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് സിസ്റ്റമായിട്ട് ഇരിക്കുകയാണെല്ലാം ക്രമമായിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്തായി? നമുക്ക് തന്നെ മനസ്സിലൊരു പീസ്ഫുൾ ആയി, വീട്ടിലെ കാര്യങ്ങളെല്ലാം എങ്ങനെ ഇരിക്കുന്നു, എല്ലാം ഒന്ന് ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ആ വീടിന് അതിൻ്റെതായിരിക്കുന്ന ഒരു ഭംഗിയുണ്ട്. ആ വീടിന് ഭംഗിയുണ്ടെന്നുള്ളതിനേക്കാൾ ആ വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ച് നമുക്ക് എന്തുണ്ടാകുന്നുണ്ട്? ഒരു മതിപ്പുണ്ടാകുന്നുണ്ടല്ലേ. കാരണം വീടല്ലല്ലോ ഇതെല്ലാം അലങ്കോലപ്പെടുത്തിയത്. അപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന മനുഷ്യരുടെ ഡിസിപ്ലിനാണ് ആ വീടിൻ്റെ സ്ഥിതി അനുസരിച്ചുള്ളതായിരിക്കുന്ന ആ വ്യത്യസ്തത നമ്മുടെ മുൻപാകെ വെളിപ്പെടുത്തുന്നത്. അപ്പൊ ക്രമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അലങ്കോലമായിട്ട് അലസമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതമല്ല, മറിച്ച് എല്ലാത്തിനും ഒരു സിസ്റ്റവും ഡിസിപ്ലിനിലും ജീവിക്കുന്ന ഒരു ജീവിതം. അപ്പൊ അത് ദൈവമക്കളുടെ ജീവിതത്തിൽ ഇത് മാതൃകാപരമായിട്ടുണ്ടാകും. അപ്പൊ സങ്കീർത്തനക്കാരൻ പറയാണ് തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവൻ എന്ന് പറഞ്ഞാൽ ഈ ദൈവമക്കളെല്ലാം പെർഫെക്റ്റ് ആണെന്നല്ല പറയുന്നത്. എന്തുണ്ട്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ടുന്ന ഒരുപാട് മേഖലകളുണ്ട്. നമുക്ക് ആരും ഞാൻ പൂർണ്ണരാണെന്ന് പറയാനൊന്നും സാധിക്കുകയില്ല. സഭയോട് ബന്ധപ്പെട്ട് നമുക്ക് പൂർണ്ണതയുള്ള സഭയാണ് ഇടക്കര സഭ എന്ന് പറയാനും നമുക്ക് സാധിക്കത്തില്ല. അത് മറ്റ് സഭകളെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറേയൊക്കെ ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷേ സഭയെന്നുള്ള നിലയിൽ നിൽക്കുമ്പോഴും വ്യത്യസ്ത കുടുംബങ്ങളിലും
സാഹചര്യങ്ങളിലും ചിന്താഗതിയിലും വ്യത്യസ്തമായ ശുശ്രൂഷകളും പ്രഭാവനങ്ങളൊക്കെ ലഭിച്ചിരിക്കുന്നത് കൊണ്ട് അവിടെയും എന്തുണ്ട്? ക്രമപ്പെടുത്തേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് കർത്താവിന്റെ വരവ് വരെ തുടരുന്ന ഒരു പ്രക്രിയ തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ക്രമപ്പെടുത്തുവാനുള്ളതായിരിക്കുന്ന ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകും. ക്രമപ്പെടുത്താനായിട്ട് ഞാൻ തയ്യാറാണ്. ചില കാര്യങ്ങൾ എനിക്ക് ക്രമപ്പെടാനായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അത് ക്രമപ്പെടുത്താനായിട്ടുള്ള പരിശ്രമം നമുക്കുണ്ടാകും. സങ്കീർത്തനക്കാരൻ പറയുന്നത് തൻ്റെ നടപ്പിനെ, ദൈവം പറയുകയാണ്, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ രക്ഷയെ കാണിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ സഭാജീവിതം, നമ്മുടെ കുടുംബജീവിതം ഇതൊക്കെ അലങ്കോലപ്പെട്ട് ക്രമീകൃതമല്ലാത്ത രീതിയിൽ, ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത രീതിയിൽ, മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതമായിരിക്കാൻ പാടില്ല ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ക്രമപ്പെടുത്തുന്നത്? ക്രമപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമായില്ല. അതിനുള്ള പോംവഴി നമുക്ക് മനസ്സിലാക്കണം. എങ്ങനെയാണ് നമ്മളത് ക്രമപ്പെടുത്താൻ സാധിക്കുന്നത്? ഞാൻ അതിനുള്ള ചില കാര്യങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒന്നാമതായിട്ട് അറിയാവുന്ന വാക്യങ്ങളെങ്കിലും നമുക്ക് വായിക്കാം. സങ്കീർത്തനം 119:9 വാക്യം എടുത്ത് വായിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവിടെ ബാലന്മാരോടുള്ള ബന്ധത്തിലാണ് ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമാണ് ബാലൻ തൻ്റെ നടപ്പിനെ. 119:9 വാക്യം കിട്ടിയോ? വായിച്ചോ മക്കളെ? അപ്പൊ ഒരു ദൈവ പൈതല് തൻ്റെ ജീവിതത്തെ നിർമ്മലമായി ക്രമീകൃതമായിരിക്കുന്ന നിലയിൽ കൊണ്ടുപോകാനായിട്ടുള്ള സഹായം, അതിനാവശ്യമായിരിക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഘടകമെന്ന് പറയുന്നത് എന്താ? പൈസയാണ്, നല്ല വീടാണ്, നല്ല വിദ്യാഭ്യാസമാണ്. ഇതൊക്കെ ഉള്ള ഒരുപാട് ആളുകളുടെ ജീവിതത്തിനും ക്രമമൊന്നുമില്ല. ഏതൊരു ദൈവ പൈതലിനെ സംബന്ധിച്ചും ആ ദൈവ പൈതലിന്റെ ജീവിതം നിർമ്മലമായി ക്രമീകൃതമായി ഒരു ഡിസിപ്ലിനില്, ഒരു പ്രത്യേകമായിരിക്കുന്ന തത്വത്തിന് കീഴ്പ്പെട്ട് അതിന്റെ അനുശാസനത്തിൽ മുൻപോട്ട് പോകണമെങ്കിൽ ദൈവമക്കളെ സംബന്ധിച്ച് എല്ലാവർക്കും ആവശ്യമായിരിക്കുന്ന പൊതുവായ കാര്യം എന്താ? ദൈവവചനമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഞായറാഴ്ചയും ബുധനാഴ്ചയും കേൾക്കുന്ന ബൈബിൾ ക്ലാസ് എന്നുള്ളതല്ല അതിൻ്റെ ചുരുക്കം. അത് നമുക്ക് പൊതുവായിട്ട് ലഭിക്കുന്ന കാര്യമാണ്. മറിച്ച് രക്ഷിക്കപ്പെട്ട ഏത് ദൈവമക്കളെ സംബന്ധിച്ചും ദൈവവചനം വ്യക്തിപരമായി വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതം ഉണ്ടാകും. അതിനും വേണം ഒരു ക്രമം. ദൈവവചനം വായിക്കാനും ധ്യാനിക്കുവാനും അതിനും നമുക്ക് എന്തുണ്ടാകണം? ഒരു ക്രമമുണ്ടാകും. അങ്ങനെയുള്ളതായിരിക്കുന്ന ദൈവമക്കളുടെയൊക്കെ ജീവിതം അനേക മാതൃകാപരമായ ജീവിതങ്ങളെ നമ്മൾ പലയിടത്തും കാണാറുണ്ട്. അത് ചുമ്മാതൊന്നുമല്ല, കാശുള്ളത് കൊണ്ടൊന്നുമല്ല. അവർക്കൊക്കെ ദൈവവചനത്തോടുള്ളതായിരിക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന ബന്ധവും, അത് സഹോദരിമാരായാലും സഹോദരന്മാരായാലും കുഞ്ഞുങ്ങളായാലും യുവതിയുവാക്കന്മാരായാലും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ അവന്റെ ജീവിതം ബാക്കിയെല്ലാം കാണും. പക്ഷേ ക്രമീകരിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ദൈവത്തോടുള്ള സൗഹൃദത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതമായി തീരുകയില്ല. അപ്പൊ ദൈവത്തോടുള്ള ബന്ധത്തിൽ എവിടെയെങ്കിലും കോട്ടം തട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ കാരണം ദൈവവചനത്തോടുള്ള നമ്മുടെ ബന്ധത്തിന്റെ കുറവാണ്. പലപ്പോഴും നമ്മളൊക്കെ വിചാരിക്കുന്നത് ഞായറാഴ്ച വരുന്നു, ആരെങ്കിലും ക്ലാസ് എടുക്കുന്നു, ബുധനാഴ്ച വരുന്ന ക്ലാസ് എടുക്കുന്നു, നമ്മൾ നമ്മുടെ ജോലി തിരക്കിലൊക്കെ പോകുന്നു, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ആരോടും പ്രശ്നങ്ങളൊന്നുമില്ല, അത് മതി. ഇപ്പൊ ഞങ്ങളൊന്നും അല്ല പ്രസംഗിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു. പ്രസംഗിക്കാനായിട്ടല്ല വേദപുസ്തകം വായിക്കേണ്ടത്. പ്രസംഗിക്കാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആളുകൾ പ്രസംഗിച്ചു. പക്ഷേ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിന്, അവന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് അവന് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. അത് ഓരോ ദൈവമക്കളും വായിക്കണം. ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുണ്ട്. ഇന്ന് അതിനൊന്നും നമുക്ക് സമയമില്ല. ഇന്ന് അതിനുവേണ്ടിയൊന്നും സമയം നാം നീക്കിവെക്കുന്നില്ല. ആ ദൈവവചനം വായിക്കാനോ ധ്യാനിക്കാനോ നാം അതിന്റെ വാല്യൂ, അതിന്റെ വില മനസ്സിലാക്കി
2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 16-17 വാക്യം നമുക്ക് വായിക്കാം. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 16-17. അപ്പൊ നോക്കുക, അവിടെ തിമോത്തിയോസിനോട് പൗലോസ് പറയുമ്പോൾ ഈ ദൈവവചനത്തിന്റെ മഹത്വം, അതിന്റെ പ്രാധാന്യത, അതിന്റെ പവർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്നാമതായിട്ട് ഒരു ദൈവവേദം മനസ്സിലാക്കേണ്ടത്, എൻ്റെ കയ്യിൽ ദൈവം തന്നിട്ടുള്ള ഈ ദൈവവചനം എത്ര വാല്യുബിളായിട്ടുള്ള ഒന്നാണ്. അതിനെപ്പറ്റി നമ്മൾ വായിക്കുന്ന എല്ലാ തിരുവഴുത്തും എന്താണ്? ദൈവശ്വാസീയമാണ്, ദൈവാത്മാവിന്റെ പ്രേരണയാൽ നമുക്ക് ലഭിച്ചതാണ്, ദൈവം നിശ്വസിച്ചതാണ്, ഇൻഫാലിബിൾ വേണം. എന്നാൽ അതിനകത്ത് യാതൊരു കളങ്കവുമില്ലാത്ത തിരുവഴുത്ത് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തിനാ ഏൽപ്പിച്ചിരിക്കുന്നത്? എല്ലാ തിരുവഴുത്തും ദൈവശ്വാസ്യമാകിയാൽ, അടുത്ത വാക്കെന്താ? ദൈവത്തിന്റെ മനുഷ്യൻ. നമ്മളാരാ അവകാശപ്പെടുന്നത്? ദൈവമക്കളാണെന്നാണല്ലോ അവകാശപ്പെടുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ മനുഷ്യരാണ്. ആ ദൈവത്തിന്റെ മനുഷ്യൻ എന്തായിത്തീരണം? ദൈവത്തിന്റെ മനുഷ്യൻ എന്നൊക്കെ പറയാമോ? സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് പിന്നെ തികഞ്ഞവരാകേണ്ടതിന്. അപ്പൊ ഈ ദൈവവചനം എനിക്ക് തന്നിരിക്കുന്നത് എന്തിനാണ്? ഈ ദൈവവചനം എന്നെ തികഞ്ഞവരാക്കുന്നതാണ്, ഒരു പെർഫെക്റ്റ് മനുഷ്യരാക്കി തീർക്കാനായിട്ടാണ് ഈ വചനം എനിക്ക് തന്നിരിക്കുന്നത്. നമ്മൾ പെർഫെക്റ്റ് ആകാത്തതിന്റെ ഒരു കാരണം എന്താണെന്നറിയാമോ? എവിടെ അന്വേഷിച്ച് പോകണ്ട, ഇതിൽ തന്നെ അതിന് ഉത്തരമുണ്ട്. ഇതുമായിട്ട് എനിക്ക് ഉണ്ടാകേണ്ടുന്ന ബന്ധം എനിക്കില്ല. ഇത് എത്രമാത്രം ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഇത് ഭക്ഷിച്ച് പാലം ചെയ്യണമോ, എത്രമാത്രം ഇതിനെ എൻ്റെ ജീവിതത്തിൽ ഇതിൻ്റെ ആ പ്രാക്ടിക്കൽ ടീച്ചിങ്സിനെ, പ്രായോഗികമായ പഠിപ്പിക്കലുകളെ എൻ്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തണമോ, അതിനോടുള്ള ആത്മാർത്ഥത കുറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്നും ഇൻപെർഫെക്റ്റ് ആയിട്ട് പെരുമാറുന്നത്, അപൂർണതയോടുകൂടെ പെരുമാറുന്നത്. ദൈവവചനത്തെ കുറിച്ച് പറയുന്നത് അത് ദൈവത്തിന്റെ മനുഷ്യനെ സകല സൽപ്രവർത്തിക്കും തികഞ്ഞവനാക്കി തീർക്കുന്നു. എങ്ങനെയാ തികഞ്ഞവനാക്കി തീർക്കുന്നത്? ആ ദൈവവചനം ഞാൻ വായിക്കുമ്പോൾ, അത് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ആ വചനം എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന 2-3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണത്? അത് എന്തിനൊക്കെ ഉള്ളതാ? ശാസനത്തിനുള്ളതാണ്, ഗുണീകരണത്തിനുള്ളതാണ്, ഉപദേശത്തിനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ ശാസിക്കേണ്ടത് ആരാ? ഞാൻ ഈ മൈക്കിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ശാസിക്കാനാണ്? അതാണോ പറയുന്നത്? അല്ല. ഈ ശാസന എനിക്ക് ലഭിക്കേണ്ടത് എവിടുന്നാ? ഈ ദൈവവചനം വായിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവെന്നെ ശാസിക്കും. നിന്റെ ജീവിതത്തിൽ ഇന്ന കുറവുകളുണ്ട്, അത് നീ ക്രമപ്പെടുത്തണം, അത് നീ പരിഹരിക്കണം. ആ ദൈവാത്മാവിന്റെ ശബ്ദം ആ വചനത്തിൽ കൂടെ എനിക്ക് കേട്ടിട്ട് എന്നെ ക്രമപ്പെടുത്തുവാൻ, അത് എന്നെ ഗുണീകരിക്കുവാൻ, എന്നെ ഉപദേശിക്കുവാൻ മതിയായ ദൈവവചനം എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ദൈവാത്മാവ് നല്ല അധ്യാപകനായിട്ട് അതിൽ വ്യാപരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആ ആത്മാവിന്റെ ശബ്ദം കേൾക്കാൻ ഈ വചനവുമായിട്ട് സമയം ചെലവഴിക്കാത്തത് കൊണ്ട് എൻ്റെ ജീവിതം ക്രമീകരിക്കപ്പെടേണ്ട മേഖലകളിൽ ക്രമീകരിക്കപ്പെടുന്നില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്? എല്ലാവരുടെയും നടുവിൽ ആത്മീയനായിട്ട് നിൽക്കണ്ടേ? അപ്പം ഞാൻ എന്ത് ചെയ്യും? ഒരു വലിയ ആത്മീയത്വത്തിൻ്റെ മുഖം മൂടി ധരിച്ചിട്ട്, നമ്മൾ നാട്ടിൽ പറയാറുണ്ടല്ലോ, പാമ്പിൻ്റെ ഇടയിൽ ചെല്ലുമ്പോൾ നമ്മൾ തലയും കാണിക്കും, മീനിൻ്റെ ഇടയിൽ ചെല്ലുമ്പോൾ നമ്മൾ വാലും കാണിക്കുന്ന പ്രമാണത്തിൽ ജീവിച്ചു പോകുന്ന അവസ്ഥയാണ്. ഈ ദൈവവചനം ഒരു മനുഷ്യൻ വ്യക്തിപരമായി വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ആ ദൈവവചനം എന്നെ ശാസിക്കും. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ദൈവവചനത്തെ കണ്ണാടിയായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ യാക്കോബിന്റെ ലേഖനത്തിൽ, അല്ലേ? ഒരു കണ്ണാടിയായിട്ടാണ് പറയുന്നത്. അപ്പൊ കണ്ണാടിയുടെ മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ ആരുടെ മുഖമാണ് ഞാൻ കാണുന്നത്? ഞാൻ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഷൈജുവിന്റെ മുഖമാണ് കാണുന്നത്? അനീഷിന്റെ മുഖമാണ് കാണുന്നത്? അല്ല. ഞാനൊരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ആ കണ്ണാടി റിഫ്ലക്ട് ചെയ്യുന്നത് എൻ്റെ മുഖത്തെ തന്നെ
ശരിയായ മുഖം എന്നെ കാണിക്കും. ആ ശരിയായ മുഖം ഞാൻ ആദ്യം കാണണം. എങ്ങനെ കാണണം? ആ വചനത്തിൽ കൂടെ കാണണം. വചനം കാണിക്കുന്ന മുഖം കാണണം. പലപ്പോഴും നമുക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല. നമ്മൾ മറ്റുള്ളവരുടെ മുഖം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ മുഖത്തെ കുറവുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ മുഖത്തെ കുറവുകൾ പരിഹരിക്കാനെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം എൻ്റെ മുഖം എന്ന് എങ്ങനെയായിക്കൊണ്ടിരിക്കുകയാണ്? ഓരോ ദിവസവും വിരൂപമായിക്കൊണ്ടിരിക്കുക. എന്താ കാരണം അറിയാമോ? ഈ കണ്ണാടിയുടെ മുൻപിൽ എന്നെ പരിശോധിക്കാനായിട്ട് ഞാൻ ഒരുങ്ങുന്നില്ല. അങ്ങനെ ഒരുവൻ ഒരുങ്ങിയാണ് അവന്റെ ജീവിതം ക്രമപ്പെടും. അവന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അവന്റെ കുടുംബം ക്രമപ്പെടും. അവൻ കൂടുന്ന സഭ ക്രമപ്പെടും. ഈ ദൈവവചനം മുഖാന്തരമാണ് ഈ ക്രമീകരണം ഉണ്ടാകേണ്ടത്. അപ്പൊ ആ ദൈവവചനത്തോട് എനിക്ക് ആത്മാർത്ഥതയില്ലാതെ വന്നു കഴിഞ്ഞാൽ, അതിനുവേണ്ടി സമയം ചെലവഴിക്കുവാൻ എന്റെ പക്കൽ സമയമില്ലെങ്കിൽ, എന്റെ ജീവിതം ക്രമീകരിക്കപ്പെടുന്ന ജീവിതമായിരിക്കില്ല. അതൊരു ഇംപെർഫെക്റ്റ് ആയിട്ട്, അപൂർണതയുള്ളതായിട്ട്, എന്നും ബലഹീനതകളും കുറവുകളും നിറഞ്ഞതായിട്ട് അങ്ങനെ തന്നെ തുടരും. ബലഹീനതയില്ലെന്നോ കുറവില്ലെന്നോ അല്ല പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഒരു ദൈവവേദനയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അതേ കുറവുകളിൽ തുടരുക എന്നുള്ളതല്ല, മറിച്ച് ആ കുറവുകളെ പരിഹരിച്ച് ക്രമപ്പെടുത്തി മുൻപോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ വചനത്തെ നാം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുകയും അതിലെ ആലോചനകളെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനായിട്ട് അതിന് മുൻപാകെ നമ്മെ വിധേയപ്പെടുത്തി കൊടുക്കും. എങ്കിൽ മാത്രമേ എൻ്റെ ജീവിതം ക്രമപ്പെടുകയും, എൻ്റെ ജീവിതം ക്രമപ്പെടാതെ എൻ്റെ കുടുംബം ക്രമപ്പെടുകയും. നമ്മൾ നാട്ടിൽ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഞണ്ടിൻ്റെ തള്ള പുറകോട്ട് നടന്നുകൊണ്ട് മക്കളോട് പറയുകയാണ്, നിങ്ങൾ എങ്ങോട്ട് നടന്നു, മുമ്പോട്ട് നടക്കുക. എൻ്റെ ജീവിതം ക്രമപ്പെടാതെ എൻ്റെ കുടുംബത്തിന് ക്രമമുണ്ടാകില്ല. അപ്പോ കുടുംബത്തിലുള്ളതായിരിക്കുന്ന ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ഇൻഡിവിജ്വലി ഉള്ളതായിരിക്കുന്ന വ്യക്തിപരമായിരിക്കുന്ന ദൈവത്തിന്റെ കൽപ്പനയാണ് നാം ഓരോരുത്തരും ക്രമപ്പെട്ട ജീവിതം വേണം നയിക്കാൻ. അത് ദൈവവചനമാണ് നമ്മെ ഒന്നാമതായിട്ട് സഹായിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം. ഒരുവന് നിങ്ങൾ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഇനി നമുക്ക് സദൃശവാക്യം 3-ന്റെ 5-ഉം 6-ഉം കൂടെ വായിക്കാം. സദൃശവാക്യം 3-ന്റെ 5-ഉം 6-ഉം. രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് വാക്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ. ഒന്ന്, പ്രാർത്ഥന, പ്രയർ. രണ്ട്, ദൈവത്തിലുള്ള ആശ്രയം, പ്രയർ ആൻഡ് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് പറയുന്നത്, നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ, സയൻസിനെ കുറിച്ചുള്ള ജ്ഞാനത്തെക്കുറിച്ചോ കണക്കിനെ കുറിച്ചുള്ള ജ്ഞാനത്തെക്കുറിച്ചോ അല്ല പറയുന്നത് യാക്കോബ്. പിന്നെയോ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തെക്കുറിച്ചാണ് യാക്കോബ് എഴുതുന്നത്. അത് ദൈവീകമായിരിക്കുന്ന ജ്ഞാനമാണ്. അപ്പൊ ദൈവീകമായിരിക്കുന്ന ഗൈഡൻസ് ഒരു ദൈവപൈതലിന് ആവശ്യമാണ്. അപ്പൊ ദൈവീകമായ ഗൈഡൻസ് നമുക്ക് ലഭ്യമാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കണം. കർത്താവ് തന്നെ പഠിപ്പിച്ചു, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. ഏത് വിഷയത്തിന് വേണ്ടിയും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പൊ എനിക്ക് എൻ്റെ കാര്യങ്ങളെ ക്രമീകരിച്ച് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് ദൈവവചനമാകുന്ന കണ്ണാടി എന്നോട് വെളിപ്പെടുത്തുമ്പോൾ ഞാൻ ചെയ്യേണ്ടുന്ന കാര്യം എന്താണ്? ദൈവസന്നിധിയിൽ ഞാൻ സമയം ചെലവഴിക്കണം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ചില കുറവുകളുണ്ട്, എൻ്റെ കുടുംബത്തിൽ ചില കുറവുകളുണ്ട്. അത് പരിഹരിക്കുവാനായിട്ട് എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ യുക്തി കൊണ്ട്, എൻ്റെ പരിജ്ഞാനം കൊണ്ടൊന്നും ഞാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. എനിക്ക് ദൈവികമായ ഗൈഡൻസ് ആവശ്യമാണ്. അവിടുത്തെ സ്വർഗീയ ജ്ഞാനം എനിക്ക് നൽകണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൽ
വർഷിക്കാതെ ദാനമായി നൽകുന്ന ദൈവത്തോട് ചോദിക്കട്ടെ. വർഷിക്കാതെ പറഞ്ഞാൽ അടിക്കാതെ എന്നല്ല, എന്ന് പറഞ്ഞാൽ യാതൊരു മറുചോദ്യവും കൂടാതെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമെന്നാണ്. ഒരു ഡിമാൻഡും ഇല്ല. ഞാൻ ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് എൻ്റെ ആവശ്യം അവൻ്റെ മുൻപാകെ ഉണർത്തിക്കുമ്പോൾ, എൻ്റെ പരാജയങ്ങളും എൻ്റെ കുറവുകളും അവൻ്റെ മുൻപാകെ ഉണർത്തിക്കുമ്പോൾ, അവൻ യാതൊരു മറുചോദ്യവും ചോദിക്കാതെ എനിക്ക് ആവശ്യമായ ദൈവിക ഗൈഡൻസ് നൽകുന്നതായിരിക്കുന്ന ദൈവം. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നമ്മുടെ വഴികളെ നാം ക്രമപ്പെടുത്തണമെങ്കിൽ 1 ദൈവവചനം, 2 പ്രാർത്ഥന, 3 നമ്മുടെ എല്ലാ വഴികളിലും ദൈവത്തിലുള്ളതായിരിക്കുന്ന ആശ്രയം. 3 ഫിലിപ്പിലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. ഫിലിപ്പിലേഖനം 4-ന്റെ 13-ാം വാക്യം. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന വാക്യമാണെങ്കിലും ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ഞാനത് ഓർപ്പിക്കുകയാണ്. പെട്ടെന്ന് വായിക്കാം. ഫിലിപ്പിയർ 4-ന്റെ 13. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിപ്പെൻഡ് ഓൺ ഗോഡ്സ് സ്ട്രെങ്ത്. ദൈവത്തിൻ്റെ ശക്തിയിൽ ഞാൻ ആശ്രയിക്കും. നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടാകാം. അത് നിസ്സാരമെന്ന് നാം വിചാരിച്ച് പോയി അവസാനം എല്ലാം കൂടെ വഷളായി കഴിയുമ്പോഴാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, അയ്യോ ഞാൻ പരാജയപ്പെട്ടല്ലോ എന്ന് തോന്നുന്നത്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യും. നമുക്ക് വളരെ ചെറുതെന്ന് തോന്നുന്ന കാര്യത്തിൽ പോലും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കും. പൗലോസ് പറയുന്നത് പ്രത്യേക കോണ്ടെക്സ്റ്റിലാണെങ്കിലും ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് അവന് ശരിയായിരിക്കുന്ന ശക്തി ലഭിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ്. പൗലോസ് പറയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലെ ന്യൂനതകളും പരിഹരിക്കുവാൻ ഞാൻ എൻ്റെ ശക്തിയിലോ എൻ്റെ ബുദ്ധിയിലോ എൻ്റെ യുക്തിയിലോ അല്ല ആശ്രയിക്കേണ്ടത്, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കണം. അത് ആ ദൈവിക ശക്തി എന്തു ചെയ്യുന്നു? എല്ലാ കാര്യങ്ങളും ഫലകരമായി ചെയ്യുവാൻ എന്നെ ശക്തിപ്പെടുത്തുന്നു, അതിനുള്ള ബലം നൽകുന്നു. അപ്പൊ ദൈവവചനം, പ്രാർത്ഥന, ദൈവത്തിലുള്ള ആശ്രയം, ദൈവികമായ ശക്തിയിലുള്ളതായിരിക്കുന്ന പരിപൂർണമായിരിക്കുന്ന ആശ്രയം, ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് ഒരു ദൈവ പൈതലിന് തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് കഴിയുന്നത്. 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറയട്ടെ. 3-ാമത്തെ കാര്യം, എബ്രായ ലേഖനം 10-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങൾ നാം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളുടെ സഹായോഗങ്ങളെ എന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കരുത്. ഞാൻ എൻ്റെ ചുരുക്കം പറയാം. സഹവിശ്വാസികളുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധവും അക്കൗണ്ടബിലിറ്റിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സഹോദരന്മാരോട് നമുക്ക് കടപ്പാടും ഉത്തരവാദിത്വമുണ്ട്. എങ്ങനെയാ ഉത്തരവാദിത്വം? ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ഒന്നുകൂടെ ഉറക്കെ വായിക്കാം. തമ്മിൽ എന്ത് ചെയ്യണം? ഭാരങ്ങളെ ചുമക്കണം. 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് 6-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ, സഹോദരന്മാരെ, നിങ്ങൾ ഒരുവൻ വല്ല തെറ്റിലും അകപ്പെട്ടാൽ ആത്മീകരായ നിങ്ങൾ സൗമ്യതയുടെ ആത്മാവിൽ അവനെ യഥാസ്ഥാനപ്പെടും. എന്നിട്ടാ പറയുന്നത്, ആ യഥാസ്ഥാനപ്പെടുത്തുന്നതിന്റെ മറ്റൊരു ഭാഗമാണ് 2-ാം വാക്യം. എന്താണ്? തമ്മിൽ എന്ത് ചെയ്യണം? ഭാരങ്ങളെ ചുമക്കണം. പരസ്പരം ഭാരമായിരിക്കുകയല്ല വേണ്ടത്, പിന്നെയോ പരസ്പരം ഭാരം ചുമക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒറ്റയ്ക്കുള്ള ഒന്നല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കൂട്ടായിരിക്കുന്ന ഒരു ജീവിതമാണ്. നമുക്ക് മറ്റ് സഹവിശ്വാസികളോട് അക്കൗണ്ടബിലിറ്റി ഉണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, കടപ്പാടുകളുണ്ട്. ആ കടപ്പാടുകളും കൂട്ടായ്മ ബന്ധവും സൂക്ഷിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് കഴിയുന്ന ഒരുപാട് സാധ്യതകൾ അവിടെ. നാം സദൃശവാക്യത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ട്: സ്വാർത്ഥത അന്വേഷിക്കുന്നവൻ, സ്വേച്ഛ അന്വേഷിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? കൂട്ടം വിട്ട്
നടക്കുന്നത്. അപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒരുത്തിന് ആഗ്രഹിക്കാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അവൻ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കണം, ആരുമായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവന്റെ മനസ്സിൽ എപ്പോഴും എന്താണ് ആഗ്രഹം? സംതിങ് സെൽഫിഷാണ്. അവൻ ഏതോ വിഷയങ്ങളിൽ സ്വാർത്ഥനാണ്, അവൻ മറ്റാരുമായിട്ട് ബന്ധപ്പെടാൻ അവന് താല്പര്യമില്ല. എന്നാൽ ക്രിസ്തീയ ജീവിതം അങ്ങനെ ഒരു ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സഭാ കൂട്ടായ്മ ബന്ധമാണ്. ആ കൂട്ടായ്മ ബന്ധത്തിൽ നാം തുടരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അനേക ബലഹീനതകളും ന്യൂനതകളും ഒക്കെ ക്രമീകരിക്കപ്പെടുവാനുള്ള മേഖല കൂടെയാണത്. മാത്രമല്ല, പരസ്പരം ഭാരം ചുമന്ന്, പരസ്പരം പ്രോത്സാഹിപ്പിച്ച്, ധൈര്യപ്പെടുത്തി, ബലപ്പെടുത്തി, പരസ്പരം കരുതി മുൻപോട്ട് പോകേണ്ടുന്ന ഒരു ജീവിതമാണ്. അതിന്റെ അടിസ്ഥാന ഘടകമെന്ന് ഞാൻ പറയുന്നത്, എൻ്റെ ജീവിതം ക്രമീകരിക്കപ്പെടുന്നതിന് ഈ കൂട്ടായ്മ ബന്ധം ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതം ഒരു ക്രമപ്പെട്ട ജീവിതമായിരിക്കണം. ഇനി അവസാനത്തെ കാര്യത്തിലോട്ടൊന്ന് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിൽ 139-ാം സങ്കീർത്തനം 23-24 നമുക്ക് വായിക്കാം. 131-ാം സങ്കീർത്തനം 139, 139, 23-24. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ ദിനവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് ശാശ്വത മാർഗത്തിൽ എന്ത് ചെയ്യണം? എന്നെ നടത്തണം. ദാവീദിന്റെ സങ്കീർത്തനമാണ് നമുക്കറിയാം. ഇവിടെ ദാവീദ് പറയുന്നൊരു കാര്യം എന്താണ്? എന്നെ പരിശോധിക്കണം, എന്നെ പരീക്ഷിക്കണം, ദുഃഖത്തിനുള്ളതായിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എന്നിലുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാകത്തക്കോണം പരിശോധിക്കണം. ഞാൻ എന്നെ ചുരുക്കി ഇങ്ങനെ പറയട്ടെ, ഒരു ദൈവ പൈതൽ റെഗുലർലി, തുടർച്ചയായി, ഇടവിടാതെ തൻ്റെ ഹൃദയത്തെ പരിശോധിക്കുന്ന ഒരു വിശ്വാസിയായി. ആരുടെ മുൻപാകെ? ദൈവവചനത്തിന് മുൻപാകെ, ദൈവാത്മാവിൻ്റെ ശബ്ദത്തിന് മുൻപാകെ, ദൈവത്തിൻ്റെ മുൻപാകെ, ഹൃദയങ്ങളെയും ഉൾപ്പുകളെയും ആരായുന്ന ദൈവത്തിന് മുൻപാകെ എൻ്റെ ഹൃദയത്തെ ഞാൻ തുടർച്ചയായി പരിശോധിക്കണം. വല്ലപ്പോഴും ദൈവവചനം കേൾക്കുമ്പോഴല്ല, ആണ്ടിലൊരിക്കലല്ല, ഏതെങ്കിലും ക്യാമ്പിലല്ല. പ്രിയമുള്ളവരെ, ഒരു ദൈവ പൈതൽ തുടർച്ചയായി തൻ്റെ ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ദൈവമായിട്ടുള്ള തൻ്റെ ബന്ധത്തിൽ തൻ്റെ ഹൃദയത്തെ തുടർച്ചയായി പരിശോധിക്കുന്ന ഒരു ദൈവ പൈതലിന് തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചു പോകുവാൻ കഴിയും. കാരണം ദൈവം തൻ്റെ ആത്മാവിൽ കൂടെ വ്യസനത്തിനുള്ള, ദുഃഖത്തിനുള്ള, അപകടത്തിനുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ, നിന്റെ പ്രവൃത്തിയിലുണ്ടെന്ന് വെളിപ്പെടുത്തും. ആ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ ദൈവം മുൻപാകെ വിനയപ്പെട്ട്, കർത്താവേ, സ്വർഗീയമായിരിക്കുന്ന ജ്ഞാനം എനിക്ക് തന്ന് എന്നെ നീ സത്യത്തിന്റെ പാതയിൽ നടത്തണമേ എന്നുള്ള നിലവിളിയോടുകൂടെ ദൈവം മുൻപാകെ വിനയപ്പെടുമ്പോൾ അവൻ ആവശ്യമായ ഗൈഡൻസ് നൽകി അവനെ ക്രമപ്പെടുത്തുന്ന ക്രമങ്ങളുടെ ഒരു ദൈവമാണ് നാം പഠിക്കുന്ന ദൈവം. അത് നമുക്ക് കഴിയണം. യോഹന്നാൻ ലേഖനത്തിൽ നാം വരുമ്പോൾ യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ അവിടെ നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ സകല അനീതിയും പോക്കി നിങ്ങളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വ്യസനത്തിനുള്ളതായിരിക്കുന്ന മാർഗം കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരുവന് തിരിച്ചറിയാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഞാനൊരു പെർഫെക്റ്റ് മനുഷ്യനല്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ന്യായീകരണങ്ങൾ പറയാൻ പക്ഷേ സാധിക്കുമായിരിക്കും. ആ സഹോദരൻ അങ്ങനെ ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടപെട്ടത്, ആ സഹോദരി ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, എൻ്റെ ഭാര്യ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടപെട്ടത്. ഒരുപക്ഷെ നമുക്ക് മനുഷ്യരുടെ മുൻപാകെ ന്യായീകരണങ്ങൾ പറഞ്ഞ് ഞാനാണ് ശരിയെന്ന് വരുത്തി തീർക്കാൻ കഴിയും. പക്ഷേ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവത്തിന്റെ മുൻപാകെ നീ വാസ്തവമായിട്ട് വ്യസനത്തിനുള്ള മാർഗം എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് പറയും, നിനക്ക് ക്രമപ്പെടുത്തുവാനുള്ള ചില മേഖലകളുണ്ട്. അങ്ങനെ ആ മേഖലകളെ ദൈവാത്മാവ് കാണിച്ചു തരുമ്പോൾ എന്ത് ചെയ്യണം? നീ നിന്റെ പാപത്തെ ദൈവത്തോട് ഏറ്റുപറയണം. ഇഫ് യു കൺഫസ് യുവർ സിൻസ്, യോഹന്നാൻ പറയുകയാണ്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, ഇത് രക്ഷിക്കപ്പെടാത്തവരോട് പറയുന്ന കാര്യമല്ല. യോഹന്നാന്റെ ലേഖനം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട് ദൈവത്തെ ആരാധിച്ചു പോകുന്ന ദൈവമക്കൾക്കുള്ളായിരിക്കുന്ന പ്രബോധനമാണ്.
നമ്മുടെ പാപങ്ങളെ അനുദിനം പരിശോധിച്ച് ദൈവമുൻപാകെ ഏറ്റുപറയുമ്പോൾ സകല അനീതിയും പോക്കി നമ്മെ പിന്നെയും ശുദ്ധീകരിക്കുവാൻ എന്ന് പറഞ്ഞാൽ ഈ വാക്കിനോട് ചേർത്ത് പറയട്ടെ, നമ്മെ ക്രമപ്പെടുത്തുവാനായിട്ട് ദൈവം വിശ്വസ്തനും നീതിമാനുമാണ്. അങ്ങനെ നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചാൽ, സങ്കീർത്തനക്കാരൻ പറയാണ്, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഉള്ള ഗുണമെന്താ? അവന് ദൈവത്തിൻ്റെ രക്ഷയുണ്ടാകും. ആത്മരക്ഷ മാത്രമല്ല, ശരീരത്തിൻ്റെ വിടുതലുണ്ട്, രോഗത്തിൽ നിന്നുള്ള വിടുതലുണ്ട്, സാമ്പത്തികമായ വിടുതലുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ നന്മയെ അനുഭവിച്ച് ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ പ്രൊവിഷൻസും അനുഭവിച്ച് ജീവിക്കുവാൻ കഴിയുന്ന ഒരു ജീവിതമാണ് ദൈവം നമ്മുടെ മുൻപാകെ വെച്ചിരിക്കുന്നത്. പക്ഷെ ഒറ്റ കണ്ടീഷൻ എന്താണ്? ഞാൻ എന്നെ തന്നെ ക്രമപ്പെടുത്തുവാനായിട്ട് ഒരുക്കമുള്ളവരാണ്. തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണും. ക്രമപ്പെടുവാനുള്ളതായിരിക്കുന്ന സിമ്പിൾ ചില കാര്യങ്ങളാണ് ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ പറഞ്ഞത്. ഈ ദൈവവചനം ദൈവം നമുക്ക് നൽകുന്നത് ചുമ്മാതെ, ഇത് ദൈവത്തിൻ്റെ തിരുവെഴുത്താണ്. ആ തിരുവെഴുത്ത് ദൈവശ്വാസീയമാണ്. അത് ദൈവത്തിൻ്റെ മനുഷ്യന് വേണ്ടി നൽകിയിരിക്കുന്നതാണ്. അത് അവനെ ഒരു പൂർണ്ണ മനുഷ്യനാക്കി തീർക്കാൻ നൽകിയിരിക്കുന്നതാണ്. ആ വചനം എന്നെ ശ്വാസിക്കും, ആ വചനം എന്നെ ശുദ്ധീകരിക്കും, ആ വചനം എന്നെ ഗുണീകരിക്കും, ആ വചനം എനിക്ക് ആവശ്യമായിരിക്കുന്ന ഉപദേശം, നല്ല ശിക്ഷ, നല്ല പരിജ്ഞാനമുള്ള പഠിപ്പിക്കലുകൾ നൽകുന്നതാണ്. അതെൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിക്കുന്നെങ്കിൽ, അതുമായിട്ട് തുടർച്ചയായ ബന്ധം എനിക്കുണ്ടെങ്കിൽ, തിരുവെഴുത്തമ്മയെ ഓർപ്പിക്കുകയാണ്, എനിക്ക് എൻ്റെ ഹൃദയത്തെ നിർമ്മലമാക്കി കൊണ്ടുപോകുവാനായിട്ട് കഴിയും. എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു ജീവിതം ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ഞാനിതിനോട് മറന്നിരിച്ച്, ഞാനിതിനെ അവഗണിച്ച്, ദൈവവചനമാകുന്ന കണ്ണാടിയുടെ മുൻപാകെ ഞാൻ എന്നെ തന്നെ പരിശോധിക്കാതെ ഞാൻ പെർഫെക്റ്റാണ് മറ്റേയാളെക്കാളുള്ള ചിന്തയിൽ ഞാൻ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ആരും നമ്മെ കുറ്റം പറയത്തില്ല. ഒരു മുഖംമൂടി കൊണ്ട് നമുക്ക് കുറെ കാലമൊക്കെ പോകാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ മുകളിലത്തെ വാക്യം അവിടെയാണ് 22-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുകയും ഞാൻ നിങ്ങളെ ദൈവം കീറാൻ തുടങ്ങിയാൽ പിന്നെ സഭ ഒന്നടങ്കം ചേർത്ത് പിടിച്ചാലും തുന്നിച്ചേർക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അതിനുള്ള അവസരം നാം കൊടുക്കാതെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ആദ്യ ശബ്ദത്തിങ്കിൽ തന്നെ ദൈവം മുൻപാകെ വിനയപ്പെടുവാൻ എനിക്കും നമുക്കും ഇടയായി തീർന്നാൽ, ഓരോ ദൈവവൈതലിനും ഇടയായി തീർന്നാൽ ദൈവത്തിൻ്റെ കരുണയുള്ള ന്യായവിധി നമ്മുടെ മേലുണ്ടാകും. ദൈവം നമ്മെ കടാക്ഷിക്കുന്നവനാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ തയ്യാറാണ്. ദൈവം നമ്മളെ ശുദ്ധീകരിക്കുവാൻ തയ്യാറാണ്. നമ്മെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഒരുക്കമുള്ളവരാണ്. ഒറ്റ കാര്യം, നിന്റെ വഴിയെ ക്രമപ്പെടുത്തുക, സഭയെ ക്രമപ്പെടുത്തുക, വ്യക്തിപരമായ ജീവിതത്തെ ക്രമപ്പെടുത്തുക, നിന്റെ ഗൃഹത്തെ ക്രമപ്പെടുത്തുക. കർത്താവിനെ സഹായിക്കട്ടെ. നല്ലൊരു നാമം വാഴ്ത്തപ്പെടുക.